ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ സാക്ഷ്യത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവരെയും ഹൃദയംഗമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പല ഘട്ടങ്ങളിൽ കൂടെയാണ് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് അടുപ്പിച്ചത്. ഞാൻ ചിന്തിച്ചു, ഞാൻ പോകുന്ന എൻ്റെ ആത്മീക തലം, ഞാനായിരിക്കുന്ന എൻ്റെ ആത്മീയ മേഖല, അല്ലെങ്കിൽ ഞാൻ കടന്നു പോകുന്ന എൻ്റെ അവസ്ഥ ദൈവം ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ദൈവം പ്രസാദിക്കുന്ന ഒരു തലമെന്ന് വിശ്വസിച്ചായിരുന്നു എൻ്റെ ആത്മീയ യാത്ര. പക്ഷേ എവിടെയോ ദൈവം ആഗ്രഹിക്കാത്ത, ദൈവത്തിന് പൂർണ്ണത അനുഭവിക്കാൻ സാധിക്കാത്ത, അതായത് ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വചനം പറയുന്നത് പോലെ പൂർണ്ണതയുള്ളതായി കണ്ടില്ല എന്ന കർത്താവിൻ്റെ വചനം പുതിയ നിയമം നമ്മൾ പഠിപ്പിക്കുന്നത് പോലെ എവിടെയോ പൂർണ്ണതയില്ലായ്മ എൻ്റെ ജീവിതത്തിൻ്റെ പല മേഖലകളിലുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ആത്മീക തലങ്ങളിൽ ചില അനുഭവങ്ങളിൽ കൂടെ ദൈവത്തോട് അടുത്ത് വരുമ്പോൾ, പ്രാർത്ഥനയിൽ അടുത്ത് വരുമ്പോൾ ഞാൻ തികഞ്ഞ ഒരു ആത്മീയ അനുഭവത്തിലാണ്, ദൈവം എന്നെക്കുറിച്ച് പ്രതീക്ഷിക്കുന്ന ആത്മീയ അനുഭവത്തിലാണ് എന്നൊക്കെ ഞാൻ വിശ്വസിച്ച് മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ എവിടെയൊക്കെ ഞാൻ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഇടം കൊടുക്കാതെ, പൂർണ്ണമായിട്ട് എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനം കൊടുക്കാതെ, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സേവിപ്പനെന്ന് വചനം പഠിപ്പിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ഏതോ ഭാഗങ്ങളിൽ ചിലപ്പോൾ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ദൈവസേനയിൽ അടുത്തു വരികയും ബാക്കിയുള്ള സമയങ്ങളിൽ ലോകത്തിലേക്ക് ചായുന്ന ഒരു മാനസിക സ്ഥലം ഉണ്ടായിരുന്നു എന്ന് പിന്നത്തതിലാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ എൻ്റേതായിരിക്കുന്ന ശുശ്രൂഷയുടെ കാലയളവിൽ ഞാനിങ്ങനെ ശുശ്രൂഷയുടെ മേഖലകളിൽ പല സ്ഥലങ്ങളിൽ ശുശ്രൂഷയ്ക്ക് പോകുന്നു വരുന്നു. ഞാൻ പലയിടങ്ങളിൽ ദൈവം ആക്കി വെച്ച ഇടങ്ങളിൽ ശുശ്രൂഷയിലായിരിക്കുന്നു. ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു, പിന്മാറ്റങ്ങളിലേക്ക് പോകുന്നു, വീണ്ടും പ്രാർത്ഥിച്ച് മടങ്ങി വരുന്നു, ദൈവസേനയിൽ ഏകീകരിക്കപ്പെടുന്നു. അങ്ങനെ പെട്ടെന്നൊരു ദിവസമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ ഒരനുഭവം ഉണ്ടായത്. ഞാൻ എൻ്റെ ശുശ്രൂഷയോടൊപ്പം തന്നെ ബിസിനസ് കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യാമെന്ന് മാനുഷികമായിട്ടൊരു ബുദ്ധി തോന്നി. ദൈവത്തോട് പ്രാർത്ഥിച്ച ആലോചന ചോദിക്കാതെ എൻ്റെ ബുദ്ധിയിൽ ഞാൻ ചിന്തിച്ച് എന്ത് ചെയ്യുന്നറിയാമോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ട്രിവാൻഡ്രം സിറ്റിയിൽ നല്ലൊരു സ്ഥലം വാടകയ്ക്ക് എടുത്ത ശേഷം എൻ്റെ ബിസിനസ്സിന് വേണ്ടിയുള്ള പ്ലാനുകളും പദ്ധതികളെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് എൻ്റെ BP കൂടുന്ന അനുഭവം. ഒരു ദിവസം രാത്രി 2 മണിയായപ്പോൾ എൻ്റെ BP വളരെ ക്രമാനുതീതമായി കൂടുകയായിരുന്നു. എൻ്റെ ആരോഗ്യത്തെ വളരെ ഭംഗിയായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. 6 മാസത്തിലൊരിക്കൽ ഫുൾ ബോഡി ചെക്കപ്പ്, ഡോക്ടറെ കാണുക, ഡയറ്റീഷ്യനെ കാണുക, എക്സസൈസ് ചെയ്യുക, ജിമ്മിൽ പോവുക, എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ഒരു രോഗവും വരത്തില്ല എന്ന് ഉറപ്പുവരുത്തി ഭക്ഷണ ക്രമീകരണങ്ങളെല്ലാം സമയാസമയങ്ങളിൽ ചെയ്ത് വളരെ ഭംഗിയായി എൻ്റെ ആരോഗ്യത്തെ എൻ്റെ കരത്തിൽ പിടിച്ച് ഞാൻ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്ന സമയം പെട്ടെന്നൊരു ദിവസം രാത്രിയിൽ അപ്രതീക്ഷിതമായി എൻ്റെ BP കൂടി. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരുന്നു. BP പലർക്കും കൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. BP കൂടിയിരിക്കുന്ന സാഹചര്യങ്ങളെ മനസ്സിലാക്കി പ്രാർത്ഥനയിൽ വെച്ച് അനേകർക്ക് വിടുതൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ സ്വന്തം ജീവിതത്തിൽ BP കൂടുന്ന അനുഭവം വന്നപ്പോൾ ഞാൻ തളർന്നുപോയി. കാരണം BP കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ജീവൻ താളം തെറ്റി എന്നുള്ള അനുഭവമാണ്. ആ അനുഭവം വന്നപ്പോൾ വളരെ ഞാൻ ഭയന്നുപോയി. കാര്യം എൻ്റെ ജീവിതത്തിൽ മരണത്തിൻ്റെ വാതിലിലേക്ക് സ്റ്റെപ്പ് വയ്ക്കുന്നത് പോലുള്ള ഒരു അനുഭവമായിട്ടാണ് എൻ്റെ BP കൂടിയത് എനിക്ക് അനുഭവപ്പെട്ടത്. അന്ന് വരെ ജീവിതത്തിലും ശരീരത്തിലും അനുഭവിച്ചറിയാത്ത എന്തോ ഒരു വിചിത്രമായൊരു അനുഭവം എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവിച്ചറിയുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ പെട്ടെന്ന് പതറി നിന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ 2 കൈയിലെയും ബലങ്ങൾ നഷ്ടപ്പെട്ടു. ഞാൻ നോക്കി നിന്ന സമയം 2 കാലിലെയും ബലം എനിക്ക് നഷ്ടമായി. പെട്ടെന്ന് എൻ്റെ കണ്ണിൽ ഇരുട്ട് വന്ന് കയറുന്ന പോലെ തോന്നി. പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെ ശരീരത്തിൻ്റെ ഭാരം കുറഞ്ഞ് ഞാൻ വീഴാൻ തുടങ്ങുന്നത് പോലെ എൻ്റെ ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ട് ജീവിതം തീർന്നു പോകുന്ന പോലെ, ഒരു പേനയുടെ അടപ്പ് വരുന്നത് പോലെ എൻ്റെ ജീവിതത്തിലെ കാറ്റ് എന്നെ വിട്ട് പോകുന്നത് പോലെ തോന്നി. പ്രിയപ്പെട്ട ദൈവമക്കളെ, അല്പം ഓർമ്മയുള്ളൂ, എൻ്റെ മുമ്പിൽ അല്പം ഓർമ്മയുള്ളൂ. ഞാൻ ദൈവമേ എന്നൊരു വിളിച്ചു. സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ഹൃദയവും മനസ്സും ആത്മാവും കൊണ്ട് ദൈവത്തെ അന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് വിളിച്ചതെന്ന് എനിക്ക് പറയാൻ സാധിക്കും. കാര്യം അതുവരെയും എൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി, എൻ്റെ കാര്യങ്ങളുടെ ക്രമീകരണം വരുത്താൻ വേണ്ടി മറ്റുള്ളവർ പറയുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവർ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു, പ്രാർത്ഥിക്കുന്നു,
പ്രാർത്ഥിക്കുമ്പോൾ കൂടെ പ്രാർത്ഥിക്കുന്നു, എൻ്റെ കാര്യം നടക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ BP കൂടി മരണത്തിന്റെ വാതിലുകളിലേക്ക് സ്റ്റെപ്പ് വെച്ചപ്പോൾ, മരണം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ, ഞാൻ ഇതുവരെ അനുഭവിക്കാത്ത ഒരു വിചിത്രമായ മരണ അനുഭവത്തിലേക്ക് എൻ്റെ ജീവിതം ചുവട് വെച്ചപ്പോൾ അടുത്തെന്ത് ചെയ്യുമെന്ന് അറിയാതെ ഞാൻ പെട്ടെന്ന് പതറിപ്പോയി. അന്ന് വരെ ഭയപ്പെടാതിരുന്ന ഞാൻ, ആരെയും ഭയപ്പെടാതെ ജീവിച്ച ഞാൻ, സത്യം പറഞ്ഞ ദൈവത്തെ പോലും പേടിയില്ലാതെ ജീവിച്ച ഞാൻ, പെട്ടെന്ന് ഈ BP കൂടി എൻ്റെ കണ്ണിലേക്ക് ഇരുട്ട് വന്ന് ഞാൻ പെട്ടെന്ന് കാണുകയാ, എൻ്റെ മുമ്പിൽ വലിയൊരു കുടി റെഡിയായിരിക്കുകയാണ്. ഞാൻ അതിലേക്ക് വീഴുമെന്ന പോലെ ഞാൻ നിൽക്കുന്ന സമയം ഞാൻ ദൈവമേ എന്ന് വിളിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ വിളി ഞാൻ ഒരിക്കൽ വിളിച്ചുള്ള ആ വിളി ദൈവം കേട്ടു. ഞാൻ പെട്ടെന്ന് ബൈബിള് തലയിൽ വെച്ചിട്ട്, കർത്താവെ ഒരിക്കലത്തേക്ക് എൻ്റെ പ്രാണനോട് മനസ്സലിയണമേ, ഒരിക്കലത്തേക്ക് എന്നോട് മനസ്സലിയണമേ എന്ന് ഞാൻ നിലവിളിച്ചു. പെട്ടെന്ന് ഞാനിങ്ങനെ പുസ്തകം തുറന്നു നോക്കിയപ്പോൾ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ ദൈവത്തോട് മറുതലിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോകുമെന്നുള്ള വിഷയം ഞാൻ കേട്ടു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ കണ്ടു. ഞാൻ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ വചനം എന്നോട് വ്യക്തമായി സംസാരിച്ചത്, നീതി പ്രവർത്തിച്ച് നേരോടെ ജീവിച്ചു കഴിഞ്ഞാൽ നീ ജീവനോടിരിക്കും, നീതി നിന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നീ മരിച്ചു പോകുമെന്നുള്ള ശബ്ദം കേട്ട്, വചനം കണ്ട് ഞാൻ ദൈവസന്നിധിയിൽ കരയുവാനിടയായി തീർന്നു. ജീവിതത്തിൽ പലപ്പോഴും നീതിയോട് പ്രവർത്തിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട്. ശരിയായ രീതിയിൽ കാര്യങ്ങൾ വ്യവഹാരം നടത്താൻ കഴിയാതെ വന്നിട്ടുണ്ട്. പല കാര്യങ്ങളിലും നിസ്സാരവൽക്കരിച്ച് ആത്മീയ ജീവിതത്തെ ഗണ്യമാക്കാതെ ഞാൻ ജീവിച്ചു പോയിട്ടുണ്ട്. നാളെ ശരിയാകാം, മറ്റന്ന് ശരിയാകാം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദിവസങ്ങൾ നീണ്ടുപോകും. ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുക. മകനെ, മകളെ, നീ മടങ്ങിവാ. നിന്റെ ഇപ്പോഴത്തെ അനീതി നിറഞ്ഞ ജീവിതത്തിൽ നിന്ന്, നിന്റെ ഇപ്പോഴത്തെ നീതിയില്ലാത്ത ജീവിതത്തിൽ നിന്ന്, നിന്റെ ഇപ്പോഴത്തെ തോന്നിയ പോലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മടങ്ങി വാ എന്ന് പറഞ്ഞ് ദൈവം നമ്മളെ മാടി വിളിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ആത്മീക ജീവിതം വചനത്തെ അനുസരിച്ചല്ല, നമുക്ക് തോന്നുന്ന പോലെ, നമ്മുടെ സാഹചര്യം പോലെ. അതങ്ങനെ ആയിരിക്കും, അത് സാരമില്ല, എല്ലാവരും ചിന്തിക്കുന്ന പോലെയല്ലേ, എല്ലാവരും പറയുന്ന പോലെയല്ലേ, എല്ലാവരും ഇങ്ങനെയൊക്കെയല്ലേ പ്രവർത്തിക്കുന്നേ, ഞാൻ അങ്ങനെ പ്രവർത്തിച്ച കുഴപ്പം എന്താ എന്ന രീതിയിൽ പലപ്പോഴും നിങ്ങൾ ഞാനും ദൈവമക്കളെ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലെത്താതെ, ദൈവം ആഗ്രഹിക്കുന്ന പന്താവിലെത്താതെ, ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ട്രാക്കിലേക്ക് വരാതെ, ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ വഴികളിലേക്ക് എത്തിച്ചേരാതെ പലപ്പോഴും നമ്മുടേതായിരിക്കുന്ന വഴികളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ദൈവം സ്നേഹിക്കുന്നവരെ ദൈവം ബാലശിക്ഷ കഴിപ്പിച്ച് ദൈവഭാഗത്തേക്ക് അടുപ്പിച്ചു കൊണ്ടേയിരിക്കും. ഈ BP കൂടിയ അനുഭവം വന്ന് ദൈവസ്നേഹിൽ ഭയങ്കരമായിട്ട് ഞാൻ നിലവിളിക്കുക. ഞാൻ പ്രാർത്ഥിച്ച് യേശുവിന്റെ രക്തം പറഞ്ഞ് വെള്ളം കുടിക്കാൻ തുടങ്ങി. ഒരു വശത്ത് പിശാച് എന്ന് പറയുന്നു, വാ നമുക്ക് പോകാൻ സമയമായി. മറുവശത്ത് യേശു നിന്ന് ദൈവത്തോട് പറയുന്നു, അവൻ 1 വർഷം കൂടെ നിൽക്കട്ടെ, ഫലം കായ്ച്ചാലോ. ഒരു വശത്ത് പിശാച് എന്ന് വീണ്ടും പറയുന്നു, അത് പറ്റത്തില്ല, അവൻ പാപിയാ, അവൻ അനീതിയുള്ളവനാ, അവൻ നന്മ പ്രവർത്തിക്കാത്തവനാ, അവൻ ഫലം കായ്ക്കാത്തവനാ, ഒരു ഗുണവും ഇല്ലാത്തവനാ, അവനെ ഞാൻ കൊണ്ടുപോകാൻ പോവാ. മറുവശത്ത് യേശു നിന്ന് ദൈവത്തോട് പറയുന്നു, പിതാവായ ദൈവമേ, ആ വൃക്ഷത്തെ ഇപ്പൊ വെട്ടിക്കളയരുതേ, 1 വർഷം കൂടെ നിന്നാൽ ഒരു പക്ഷേ ഫലം കായ്ക്കും. ഇത് രണ്ടും കേട്ടപ്പോഴാണ് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ വളരെ യാഥാർത്ഥ്യമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത്. ജീവിതത്തെയും ആത്മീയ ജീവിതത്തെയും തമാശ എന്ന പോലെ എടുത്ത്, ജീവിതത്തെയും ആത്മീയ ജീവിതത്തെയും വെറും ഒരു തമാശ പോലെ, ഒരു പന്ത് തട്ടി കളിക്കുന്നത് പോലെ ഗണ്യമാക്കാതെ, ആരാധന ക്രമങ്ങളെ ഗണ്യമാക്കാതെ, ദൈവത്തെ ആരാധിക്കുന്നത് ഗണ്യമാക്കാതെ, എൻ്റെ തോന്നിയ വഴിയിൽ നടന്നതെല്ലാം ശുദ്ധമായ അബദ്ധമായി പോയി എന്ന് എനിക്കപ്പോൾ മനസ്സിലായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ വളരെ ഭയത്തോടും ഭക്തിയോടും ദൈവത്തെ ആരാധിക്കണം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെ ദൈവസന്നിധിയിൽ വളരെ കണ്ണീരോടെ ഞാൻ പ്രാർത്ഥിക്കുക, 4 മണിക്കൂർ നിലവിളിക്കുക. ഏത് സമയവും എന്തും പറ്റാം, ഒരു മരണം വരെ സംഭവിക്കാം എന്നുള്ള തരത്തിൽ എൻ്റെ ശാരീരിക ആരോഗ്യം താണുപോയി. അപ്പോഴൊക്കെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് ഇല്ലാതെ ഹോസ്പിറ്റലിൽ പോലും എടുക്കത്തില്ല, കാരണം അത്രയ്ക്ക് താളം തെറ്റിപ്പോയി. BP കൊണ്ട് എൻ്റെ ജീവിതം താളം തെറ്റി. 4 മണിക്കൂർ കണ്ണീരോടെയുള്ള നിലവിളി, ദൈവമേ ഒരിക്കലത്തേക്ക് എന്നോട് മനസ്സലിയണമേ, ഒരിക്കലത്തേക്ക് എന്നോട് മനസ്സലിയണമേ. ദൈവസന്നിധിയിൽ ശക്തമായി നിലവിളിച്ച് പ്രാർത്ഥിച്ച്
4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഭയങ്കരമായ ഒരു സമാധാനം ദൈവം തന്നു. കർത്താവിന്റെ വചനം പറയുന്ന പോലെ ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ആ സമാധാനം വന്നപ്പോഴാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ എനിക്ക് മനസ്സിലായത്, ദൈവം എന്നെ സ്നേഹിക്കുക, ദൈവം എന്നോട് കരുണ കാണിച്ചിരിക്കുക, ദൈവം എന്നോട് ഫേവർ കാണിച്ചിരിക്കുക. അതിനുശേഷമുള്ള സമയം ഞാൻ ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ്, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ BP കൂടിയത്? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മരണമുഖം വന്നത്? പ്രവാചകന്മാരെല്ലാം തലയിൽ കൈവച്ച് പറഞ്ഞത്, ഞാൻ ലോകം അറിയപ്പെടേണ്ട ഒരു പ്രവാചകനാ, അനുഗ്രഹിക്കപ്പെടേണ്ട വ്യക്തിയാ, ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കേണ്ടവനാ, ദീർഘായുസ്സോടെ ഇരിക്കേണ്ടവനാ. പക്ഷെ എന്തുകൊണ്ടാണ് കർത്താവേ ഞാൻ പ്രതീക്ഷിക്കാത്ത മരണമുഖങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന ആരംഭിച്ചു. എൻ്റെ വ്യക്തിപരമായ ജീവിതം, പ്രാർത്ഥനാ ജീവിതം ഞാൻ ശക്തിപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ എൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ കർത്താവ് എന്നെ വിടുവിച്ചതിന് ശേഷം ഞാൻ ദൈവത്തോട് ഒത്തിരി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ്, എനിക്ക് എവിടെയാ പിഴച്ചത്? ഞാൻ എവിടെയാ തോറ്റത്? ഞാൻ ശരിയാകേണ്ട മേഖല എന്തായിരുന്നു? ഞാൻ ശരിയാകേണ്ട മണ്ഡലം എന്തായിരുന്നു? ഞാൻ ഏതൊക്കെ കാര്യങ്ങളിലായിരുന്നു ക്രമീകരണം വരുത്തേണ്ടത്? ഞാൻ ഏതൊക്കെ കാര്യങ്ങളിലായിരുന്നു ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ഞാൻ ഉയർന്ന് ചിന്തിക്കേണ്ടത്? ഞാൻ ഏതൊക്കെ കാര്യങ്ങളിലായിരുന്നു കർത്താവേ എനിക്ക് പരാജയം വന്നത്, വീഴ്ച വന്നത് എവിടെയാ? എനിക്ക് മനസ്സിലാക്കി താ കർത്താവേ. അവിടുത്തെ ഇമ്പ ശബ്ദം എന്നൊന്ന് കേൾപ്പിക്ക്. ഇനി ഒരു മാനുഷിക ശബ്ദം കേട്ട് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നോട് സംസാരിക്കണമേ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ കരയാൻ തുടങ്ങി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം പെട്ടെന്ന് എൻ്റെ ആത്മാവിനെ എടുത്തുകൊണ്ട് ഞാൻ അറിയാത്ത മറ്റൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോയി. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു അരണ്ട വെളിച്ചമുള്ള സ്ഥലം. ആ സ്ഥലത്തെ അരണ്ട വെളിച്ചം പന്തം കൊളുത്തി തീ കത്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെ തോന്നും. ഒരു ഇടുങ്ങിയ വീതിയാ, അരണ്ട വെളിച്ചമുണ്ട്, ഒരാൾക്ക് സഞ്ചരിക്കാൻ തക്കവണ്ണമുള്ള വെളിച്ചം അതിനകത്തുണ്ട്. പന്തം കൊളുത്തി വച്ചതുപോലെ വെളിച്ചം. കുറേ ദൂരം ഇങ്ങനെ മുന്നോട്ട് പോകണം. മുന്നോട്ട് പോയി ഏകദേശം 100 മീറ്റർ മുന്നോട്ട് പോയി കഴിയുമ്പോൾ വലത്തോട്ട് ഈ വീതി വളയുകയാണ്. ഈ വളയുന്ന സ്ഥലം വരെ നമുക്കറിയത്തില്ല വളവിന്റെ ശേഷം എന്താണ് ഉള്ളതെന്ന്. വളയുന്ന സ്ഥലം എത്തുന്നത് വരെയും നമുക്കറിയത്തില്ല. ആ വളവിൽ വരെ ഞാൻ എത്തി. വളവിലേക്ക് ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ അതിഭയങ്കരമായ ഒരു വാതിൽ. ഈ വാതിൽ മുഴുവൻ തീ കൊണ്ട് കത്തി നിൽക്കുകയാണ്. ആ വാതിലിന്റെ അപ്പുറം താഴ്പോട്ട് ഇറങ്ങിപ്പോകാൻ സ്റ്റെപ്പുകളുണ്ട്. ഈ താഴ്പോട്ട് ഇറങ്ങിപ്പോകുന്ന സ്റ്റെപ്പുകൾ എവിടേക്ക് ഇറങ്ങി ചെല്ലുന്നെന്ന് അറിയാമോ? ഈ ലോകത്തിന്റെ എല്ലാ വിറകുകളും ചപ്പും ചവറുകളും ഒരുമിച്ചിട്ട് തീ കത്തിച്ചാലും ആ തീയുടെ 1% പോലും പറയാൻ കഴിയാത്ത വിധം അതിഭയങ്കരമായ തീ. കടലിലെ വെള്ളം ആർത്ത് ഇരച്ചി ഇരമ്പി ഇളകി മറിയുന്നത് പോലെ തീ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ആ തീ കണ്ടതും അറച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുവരെ ഞാൻ സന്തോഷത്തോടെ നടന്നുപോയി. തീ കണ്ടത് ഞാൻ അറച്ച് പിന്നോട്ട് ഓടുവാൻ ശ്രമിച്ചു. എനിക്ക് പിന്നോട്ട് പോകാൻ കഴിയുന്നില്ല. മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കാം, പുറകോട്ട് പോകാൻ കഴിയുന്നില്ല. മുന്നോട്ടൊരു സ്റ്റെപ്പ് എനിക്ക് വയ്ക്കാം, പുറകോട്ട് പോകാൻ കഴിയുന്നില്ല. ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, എന്തുകൊണ്ട് എനിക്ക് പുറകോട്ട് പോകാൻ പറ്റാത്ത? എന്നെ ആ വാതിൽ വരെയും കൊണ്ട് എത്തിക്കുവാൻ നിയോഗിക്കപ്പെട്ട ദൂതൻ എന്റെ അടുത്ത് നിപ്പുണ്ട്. ആ ദൂതൻ പറഞ്ഞു, നീ മരിച്ചു വന്നിരിക്കുക, നിന്റെ ശരീരം അഴുകിയിട്ട് നിന്റെ ആത്മാവ് ഇവിടെ വന്നിരിക്കുക, നിനക്കിനി ജീവനിലേക്ക് തിരിച്ചു പോകുക സാധ്യമല്ല. നീ തെരഞ്ഞെടുത്ത വഴി ഈ വഴി ആയതുകൊണ്ട് നീ ചെന്ന് ഇറങ്ങിക്കൊള്ളുക എന്ന് ദൂതൻ എന്നോട് പറഞ്ഞു. പിന്നെ ഭയങ്കര ശാന്തത. ഞാൻ വീണ്ടും ആ തീയിലേക്ക് നോക്കി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ആ തീയുടെ വാതിലിലേക്ക് നോക്കിയപ്പോ ഞാൻ അതിഭയത്തോടെ കരഞ്ഞു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഒരൊറ്റ മനുഷ്യരും, മനുഷ്യരായി പിറന്ന ഒരൊറ്റ മനുഷ്യനും, എന്നെ തല്ലിയവർ, എന്നെ അടിച്ചവർ, എന്നെ ഉപദ്രവിച്ചവർ, എന്റെ ശത്രുക്കളാരും ഈ തീയിലേക്ക് വരല്ലേ, ഈ അതിഭയാനകമായ തീയിലേക്ക് വരരുത് എന്ന് പറഞ്ഞ് ഞാൻ ശക്തമായിട്ട് നിലവിളിച്ച് കരയാൻ തുടങ്ങി. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എനിക്ക് ഒരവസരം കൂടെ തരുമോ? എനിക്ക് ഒരവസരം കൂടെ തരാമോ? ഭൂമിയിലേക്ക് പോയിട്ട് ഈ കണ്ട സാക്ഷ്യം ചിലരോട് പറഞ്ഞിട്ട്, ദൈവമേ, എൻ്റെ ജീവിതത്തെ ഒന്നുകൂടെ പുതുക്കുവാൻ
ഒരവസരം തരാമോ? എവിടെയോ വച്ച് അടിപതറിപ്പോയി, എവിടെയോ വച്ച് എൻ്റെ ജീവിതത്തിൽ അടിയൊഴുക്കുകൾ സംഭവിച്ചു, എവിടെയോ വച്ച് കർത്താവേ ഞാൻ എടുത്ത തീരുമാനങ്ങളെല്ലാം തെറ്റായിപ്പോയി, എവിടെയോ വച്ച് ഞാൻ പഠിച്ചതെല്ലാം പാളിപ്പോയി, എവിടെയോ വച്ച് ഞാൻ ശരിയെന്ന് ചിന്തിച്ചതെല്ലാം, ഞാൻ ശരിയെന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചതെല്ലാം തെറ്റായിപ്പോയി. കർത്താവേ എനിക്ക് തിരുന്തണം, കർത്താവേ എനിക്ക് ശരിയാകണം, എനിക്ക് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തില്, ദൈവമേ ദൈവം ആഗ്രഹിക്കുന്ന നിത്യതയിൽ സ്വർഗത്തിലേക്ക് എത്തിച്ചേരണം. കർത്താവേ എന്നോട് മനസ്സലിയുമോ എന്ന് ഞാൻ ഏകദേശം 20 മിനിറ്റോളം വാവിട്ട് നരകത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന് മുമ്പ് എത്രത്തോളം ശബ്ദമെടുത്ത് വിളിക്കാൻ പറ്റോ, എത്രത്തോളം ആരോഗ്യമെടുത്ത് വിളിക്കാൻ പറ്റോ, എത്രത്തോളം ബലത്തോടെ കരയാൻ പറ്റോ, എത്രത്തോളം കഠിനമായി ദൈവത്തോട് അപേക്ഷിക്കാൻ പറ്റുമോ, എന്റെ ഏകദേശ കണക്കാണ്. 20 മിനിറ്റോളം ഞാൻ അതിഭയാനകമായി ഞാൻ കരഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കരഞ്ഞു കുഴഞ്ഞു നാവ് തളർന്നു പോയി എന്ന് വേണം പറയാൻ. അത്രയ്ക്ക് നിലവിളിച്ചു. ഞാൻ ഇവിടെ നിലവിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വീട് അപ്പുറമൊക്കെ ഇപ്പുറമൊക്കെ കേൾക്കാം, പക്ഷെ അവിടെ നിലവിളിച്ചപ്പോൾ എനിക്ക് മാത്രമേ കേൾക്കാവൂ. അത്രയ്ക്കും അധമ പാതാളത്തിന്റെ ഒരു സ്ഥലം, എനിക്ക് വർണ്ണിക്കാൻ അറിയത്തില്ല. അത്രയ്ക്കും അധമമായ ഒരു പാതാളത്തിന്റെ സ്ഥലം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു മനുഷ്യനും ഒരിക്കലും പൊയ്ക്കൂടാത്ത സ്ഥലം, ഒരു മനുഷ്യൻ ഒരിക്കൽ പോലും പോയാൽ തിരിച്ചു വരവില്ലാത്ത സ്ഥലം. ആരോടോ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നരകവാസം ഇങ്ങനെയോ ഇത്ര ഭയങ്കരമോ? ദൈവം ഒരുക്കിയ പാതാള നഗരം ഇത്ര ഭയങ്കരമോ? അതിഭയങ്കരമായ വെള്ളം മറിയുന്നത് പോലെ തീ ഇളകി മറിയുന്ന നരക കടലിന്റെ ആ ബക്കിൽ നിന്ന് 20 മിനിറ്റത്തെ ശക്തമായ കരച്ചിലിന്റെ നിലവിളിയുടെ വിളിച്ചപേക്ഷയുടെ നടുവിൽ പെട്ടെന്ന് എൻ്റെ കണ്ണ് ഞാൻ തുറന്നപ്പോൾ ഞാൻ ഭൂമിയിലിരിക്കുക, ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സ്ഥലത്തിരിക്കുക. എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത്, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്, ദൈവം നമ്മളെല്ലാം സ്നേഹിച്ചത് കൊണ്ട് ആ നരകത്തിൻ്റെ വാതിൽ വരെ കൊണ്ടുപോയി കാണിച്ചതാ. മകനെ, നിന്നെ പിശാച് വശീകരിച്ച് കൊണ്ടുപോകുന്നത് എങ്ങോട്ടാ? നിന്നെ പിശാച് ഈ ലോകത്തിന്റെ മോഹങ്ങൾ കൊണ്ടുവന്ന് നിന്നെ പാപത്തിന്റെ ചിന്തകൾ ഹൃദയത്തിൽ തൊട്ടിൽ കെട്ടി അമ്മാനമാട്ടി നിന്നെ കൊണ്ടുപോകുന്നത് എവിടേക്കാ എന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നത് കർത്താവിനെ സ്നേഹിച്ചത് കൊണ്ടാ. എത്രയോ പേർക്ക് എനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ പദവി പോലും ലഭിച്ചില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം എളിയവനായ എന്നെ, ആർക്കും വേണ്ടാത്ത എന്നെ, മനുഷ്യരാരും അംഗീകരിക്കാത്ത സ്നേഹിക്കാത്ത എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ്. ഇന്ന് പോൽക്കാലം ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുക. നിങ്ങൾ ഭാഗ്യവാന്മാരാ. നിങ്ങൾ ഒരിക്കലും നരകത്തിൽ പോകാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല. നരകം പിശാചിന് വേണ്ടിയും പിശാചിന്റെ ആ കൂട്ടർക്ക് വേണ്ടിയിട്ടും ദൈവം ഒരുക്കിയ പാതാള നരകം മനുഷ്യർക്ക് വേണ്ടി ഉള്ളതല്ല. പക്ഷേ പിശാചിനെ സേവിച്ച് പിശാചിന്റെ വാക്കുകൾ കേട്ട് വശീകരിക്കപ്പെട്ട് അവന്റെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ പിശാചിന്റെ സന്തതികളായി മാറി പിശാചിന്റെ ഗണത്തിലേക്ക് അകപ്പെട്ട് നമ്മൾ ന്യായവിധിയിൽ പിശാചിനും അവന്റെ കൂട്ടർക്കും ഒരുക്കിയിരിക്കുന്ന ന്യായവിധിയിലേക്ക് പോയി പോകുവാൻ തക്കവണ്ണം പിശാച് ഹവ്വയെ ഉഭയത്താൽ ചതിച്ച് വഞ്ചിച്ചതുപോലെ നമ്മളെ പലപ്പോഴും ഈ ലോകത്തിലേക്ക് വശീകരിച്ചു കൊണ്ടുപോയി, ഹല്ലേലൂയ, നമ്മളെ നരകത്തിലേക്ക് പതിയെ പതിയെ നമ്മൾ അറിയാതെ വലിച്ചഴിച്ചോണ്ട് പോവുക. നമ്മൾ വിചാരിക്കുന്നു നമ്മൾ ആത്മീയത തികഞ്ഞവരാ, നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാ, നമ്മുടെ ചിന്താഗതി എല്ലാം ശരിയാ. അല്ല അല്ല അല്ല, നമ്മൾ നല്ലവണ്ണം നമ്മുടെ ജീവിതത്തെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നല്ലവണ്ണം നമ്മുടെ ജീവിതത്തെ ദൈവമായിട്ടുള്ള വെളിച്ചത്തിൽ നമ്മളെ തന്നെ ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു, നമ്മളെ തന്നെ പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്ന് ഞാൻ അപ്പുറം ഇപ്പുറമൊക്കെ തപ്പി നോക്കിയപ്പോൾ അടുക്കളയിൽ അമ്മ നിപ്പുണ്ട്, പുറത്ത് പിതാവ് നിപ്പുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എൻ്റെ കൈ ഇരുന്ന് വിറയ്ക്കുക. ഞാൻ കയ്യിലേക്ക് നോക്കിയപ്പോൾ, എൻ്റെ ദേഹത്തിലേക്ക് നോക്കിയപ്പോൾ ഭയങ്കരമായ ചൂട്. ഞാൻ കണ്ടത് വെറുമൊരു സ്വപ്നമല്ല എന്ന് ദൈവത്തിന് ബോധ്യം തരുവാൻ, എനിക്ക് ബോധ്യം തരുവാൻ, ഞാൻ കണ്ടത് വെറുമൊരു സ്വപ്നമെന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ ഇതൊരു സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്, ഇതിനു വേണ്ടി ജാഗരിക്കണമെന്ന് ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിച്ചത് കൊണ്ട് ആ തീവൊക്കെ എന്നെ വിട്ട് മാറാതെ നിൽക്കുക. സ്വപ്നം കണ്ട് അതായത് ഈ ദർശനത്തിലേക്ക് കൊണ്ടുപോയി നല്ല പറയേണ്ടത്, ദൈവം യഥാർത്ഥമായി എൻ്റെ ആത്മാവിനെ നരകത്തിന്റെ ആ വീതി വരെയും കൊണ്ടുപോയിട്ട് ഇത് വെറും ഒരു സ്വപ്നമെന്ന് പറഞ്ഞ് തള്ളിക്കളയിരിക്കാൻ ഈ ചൂട് എന്നെ വിട്ട് മാറുന്നില്ല. നമ്മുടെ പണ്ടത്തെ കല്യാണ വീടുകളിൽ, എൻ്റെ പപ്പ ഒരു പാചകക്കാരനാണ്, പണ്ടത്തെ കല്യാണ വീടുകളിൽ നമ്മൾ വിറകിട്ട് തീ എത്തിക്കുമ്പോൾ
ആ വലിയ പാത്രം, ആ പാത്രത്തിൻ്റെ ചുറ്റും നമ്മൾ നിന്ന് വലിയ ചട്ടുക കൊണ്ട് അതിനെ ഇളക്കുമ്പോൾ, നമ്മൾ നിൽക്കുമ്പോൾ ആ തീയുടെ ചൂട് നമ്മുടെ ശരീരത്തിലടിക്കും. അപ്പോൾ തീയുടെ ചൂട് മാറാൻ വേണ്ടി തൈര് കഴിക്കാറുണ്ട്, മറ്റു പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ തൈര് കഴിച്ചാൽ എന്ത് ചെയ്താലും ഈ തീവെക്ക മാറത്തില്ല. ഇത് നരകത്തിൻ്റെ തീവെക്കയാണ്. ഇത് മാറണമെങ്കിൽ ദൈവസേനയിൽ ക്രമീകരണം വരുത്തിയേ പറ്റുള്ളൂ. ഈ തീവെക്ക എൻ്റെ ശരീരത്തിൽ നിന്നപ്പോൾ എനിക്ക് ഭയം കൂടി. കാര്യം ഇത് നരകത്തിൻ്റെ ചൂടാണ് എൻ്റെ കൈ നിൽക്കുന്നത്. എൻ്റെ കൈ നിൽക്കുന്ന ചൂട് നരകത്തിൻ്റെ ചൂടാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവ്, എന്തുകൊണ്ടാണ് എൻ്റെ വഴി പാതാളത്തിൻ്റെ ഗോപുരത്തിൻ്റെ വഴിയായിട്ട് മാറിയത്? എന്തുകൊണ്ടാണ് എൻ്റെ വഴി നരക വഴിയായിട്ട് മാറിയത്? ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ ചെന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. ആന്ധ്രയിൽ ഒരു മിനി കൺവെൻഷൻ നടത്തിയപ്പോൾ പ്രസംഗം കഴിഞ്ഞ്, നല്ല പ്രസംഗമായിരുന്നു, എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇങ്ങനെ പ്രസംഗിക്കാൻ പറ്റില്ല, കർത്താവിനെ ഉപയോഗിച്ചല്ലോ. കാരണം ഈ പ്രസംഗം കേട്ട വീട്ടിനടുത്തുള്ള സഹോദരി, ഈ പ്രസംഗിച്ച സ്ഥലത്തിൻ്റെ തൊട്ടടുത്തുള്ള സഹോദരി, ഒരു ഹിന്ദു സഹോദരി, അവിടെ വിഗ്രഹങ്ങളെല്ലാം ഒരു ചാക്കിനകത്ത് കെട്ടിക്കൊണ്ട് നടറോട്ട് ഇട്ടിട്ട് പറഞ്ഞു, ഈ പ്രസംഗിച്ച യേശുവിനെ എനിക്ക് വേണം. അന്ന് ഞങ്ങൾ ആ ഭവനത്തിൽ പോയിട്ട് ആ ഭവനത്തിലെ 3 പേർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവരെല്ലാം യേശുവിനെ സ്വീകരിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വിഗ്രഹം വേണ്ട, ഞങ്ങൾക്ക് യേശുവിനെ മതി. യേശുവിന് ഇത്രയും ശക്തിയാണോ? യേശുവിന് ഇത്രയും പവറാണോ? യേശു ഇത്രയും നല്ല സ്നേഹമാണോ? യേശു ഞങ്ങൾ ഇത്രയും സ്നേഹിക്കുന്നു, എന്നാൽ യേശുവിനെ മതി. അപ്പം ഞാൻ ചിന്തിച്ചിരുന്നത്, സ്വർഗത്തിലേക്ക് 2-3 ആത്മാക്കളെ കിട്ടി, എൻ്റെ കിരീടത്തിൽ എന്തായി? കുറച്ച് മുത്തുക്കളായി, പൊൻതൂവലുകളായി. ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷിച്ചു. പക്ഷേ എനിക്ക് വന്നത് നരകത്തിൻ്റെ അനുഭവങ്ങളാണ്. എന്നെ കർത്താവ് കൊണ്ടുപോയത് എവിടെയാണ്? ഞാൻ തിരഞ്ഞെടുത്ത വഴി എവിടെന്ന് പറഞ്ഞാൽ നരകത്തിൻ്റെ വഴിയാണ്. അപ്പോൾ എനിക്ക് എവിടെയോ പരാജയം വന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെ ഒരു സ്വഭാവമായിരുന്നു, പ്രവാചകനെ കാണാൻ ബാംഗ്ലൂർ വേണോ അമേരിക്ക വരെയോ ഞാൻ പോകും. പക്ഷെ 15 മിനിറ്റ് ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കത്തില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഞാൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കത്തില്ല, പ്രവാചക ശബ്ദം കേൾക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ദൈവസേനയിൽ കുത്തിയിരുന്നു പ്രാർത്ഥന തുടങ്ങി. ഞാൻ പറഞ്ഞു, കർത്താവ് എന്നോട് സംസാരിച്ചിട്ടേ ഞാൻ ഇന്ന് എഴുന്നേക്കാൻ പോകുന്നുള്ളൂ. അവിടുത്തെ ശബ്ദം കേട്ടിട്ടേ ഞാൻ എഴുന്നേക്കത്തുള്ളൂ. പിശാച് ഭയങ്കര ക്ഷീണം കൊണ്ടുവന്നു. എനിക്ക് എന്തെന്നില്ലാത്ത ഉറക്കവും ക്ഷീണവും. ഞാൻ മുട്ടിമേലെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പിശാചിനോട് പറഞ്ഞു, ഇന്ന് മരിച്ചു വീണാൽ പോലും പ്രാർത്ഥിച്ച് ദൈവശബ്ദം കേട്ടിട്ടേ ഞാൻ എഴുന്നേക്കത്തുള്ളൂ. ദൈവം തന്ന കൃപയാണേ. പ്രാർത്ഥിച്ച് കർത്താവ് എന്നോട് പറഞ്ഞതാ, അപ്പച്ച എവിടെയാ എനിക്ക് പിഴവ് വന്നേ? എന്താ എനിക്ക് പറ്റിയത്? എവിടെയാ എനിക്ക് തോൽവി സംഭവിച്ചത്? അപ്പച്ച എനിക്കൊന്നും പറഞ്ഞത്, അവിടുത്തെ ശബ്ദം ഒന്ന് കേൾപ്പിക്കപ്പച്ച. ആ ശബ്ദം കേട്ടില്ലെങ്കിൽ ഇനിയും ഞാൻ വഴിതെറ്റിപ്പോകും അപ്പച്ച. ആ ശബ്ദം കേട്ടില്ലെങ്കിൽ ഇനിയും ഞാൻ തോൽവിയിലേക്ക് പോകും. ആ ശബ്ദം കേട്ടില്ലെങ്കിൽ ഇനിയും എൻ്റെ യാത്ര നരകത്തിന്റെ വീതിയിലേക്കായിരിക്കും. കർത്താവേ, എന്നോട് സംസാരിക്കണമേ. ജീവങ്കിലേക്കുള്ള വഴി എന്നെ കാണിക്കുമെന്നൊക്കെ വേണം എന്നോട് സംസാരിക്കണമേ. അങ്ങനെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏകദേശം 40ഓളം മിനിറ്റ്, 40-45 മിനിറ്റ് പ്രാർത്ഥനയുടെ യാചനയുടെ നടുവിൽ ദൈവം എന്നോട് ഒന്നാമത് ചോദിച്ച കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവീണേ, യേശു ശത്രുക്കളോട് എങ്ങനെ പെരുമാറി എന്ന് ചോദിച്ചു. ഞാൻ ദൈവത്തോട് ചോദിച്ചത് എന്താ, എനിക്ക് എന്താ പിഴവ് പറ്റിയത്, ഞാൻ നരകത്തിലേക്ക് പോകാൻ കാര്യം എന്താ, എന്നോട് പറഞ്ഞു തരണേ എന്ന് ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് ഒന്നാമത് ചോദിച്ച കാര്യം യേശു ശത്രുക്കളോട് എങ്ങനെ പെരുമാറി. അതിന് ഉത്തരം പറയാൻ എനിക്ക് പേടിയ കാര്യം, ദൈവത്തിൻ്റെ മുമ്പിലാണ് സംസാരിക്കുന്നത്. ഉള്ള ചെറിയ അറിവ് നിന്നുകൊണ്ട് വളരെ ഭയത്തോടെ ഞാൻ പറഞ്ഞു, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണം. ദൈവം മറുപടി പറഞ്ഞു, നീ പറഞ്ഞത് ശരി തന്നെ, നീ അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല കർത്താവേ. രണ്ടാമത് ദൈവം എന്നോട് ചോദിച്ചു, യേശു എങ്ങനെയാ മോനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചേ? ആ പ്രാർത്ഥന ഒന്ന് ഏറ്റു തന്നേ. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിനെന്ന് പറഞ്ഞ് യേശു പറഞ്ഞത് ചുരുക്കം വാചകങ്ങളിൽ പറയാം, സിമ്പിൾ വാക്കുകളിൽ പറയാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരു ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ക്ഷമിക്കണം. ദൈവം പറഞ്ഞു, മോനെ നിർത്തിക്കേ, ഇപ്പൊ പറഞ്ഞ വാക്കൊന്നുകൂടെ പറഞ്ഞേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ
ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണം. നിന്നെ അടിച്ചവർ, നിന്നെ പരിഹസിച്ചവർ, നിന്നെ പിന്നിൽ നിന്ന് കുത്തിയവർ, നിന്റെ ജീവനെ നാശമാക്കാൻ നോക്കിയവർ, നിന്റെ സമ്പത്ത് അപഹരിച്ചവർ, നിന്നെ തകർക്കാൻ കൂട്ടം കൂടി നിന്റെ പിന്നാലെ വന്നവർ, ഇവരോടെല്ലാം വാസ്തവമായി ക്ഷമിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ദൈവം എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല കർത്താവ്, എനിക്ക് കഴിഞ്ഞിട്ടില്ല. നീ നിന്റെ സഹോദരനോട് ക്ഷമിച്ചില്ലെങ്കിൽ നിന്റെ പാപങ്ങളെ ഞാൻ ക്ഷമിക്കത്തില്ല എന്ന് ദൈവം എന്നോട് പറഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിത്യത മറഞ്ഞിരിക്കുന്നത് കർത്താവ് നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനയിലാണ് എന്നെനിക്ക് മനസ്സിലായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഒരുപാട് ശരിയാകേണ്ടിയിരിക്കുന്നു, നമ്മൾ ഒരുപാട് പണിയപ്പെടേണ്ടിയിരിക്കുന്നു, നമ്മൾ ഒരുപാട് ദൈവസേനയിൽ അടുത്ത് വരേണ്ടിയിരിക്കുന്നു, നമ്മൾ ഒരുപാട് ദൈവസേനയിൽ ശുദ്ധീകരണം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കൾ, അങ്ങനെ ഞാൻ ദൈവസേനയിലെ കർത്താവെ ഞാൻ ക്ഷമിച്ചുകൊള്ളാം, യേശുവിനെ പോലെ ഞാൻ ജീവിച്ചുകൊള്ളാം, യേശു കാണിച്ച മാതൃക ഞാൻ പിൻപറ്റിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഞാൻ തീരുമാനമെടുത്ത് ഞാനിങ്ങനെ പോയപ്പോൾ പെട്ടെന്ന് മുകളിൽ നിന്ന് താഴോട്ടൊരു ചുരുളിങ്ങനെ താഴേക്ക് വന്നിട്ട് ഏകദേശം 20-27 ആളുകളുടെ പേര് എഴുതി കാണിക്കുക. ദൈവം പറഞ്ഞു, ഇവരോടെല്ലാം ക്ഷമ ചോദിക്കണം. ഞാൻ ഒന്നാമത്തെ ലിസ്റ്റിലെ നോക്കിയപ്പോൾ, ഞാൻ ലിസ്റ്റിലെ ഒന്നാമത്തെ പേര് നോക്കിയപ്പോൾ സത്യമായി എന്നോട് ഏറ്റവും കൂടുതൽ ശത്രു പ്രവർത്തിച്ച വ്യക്തിയാണ്. ഞാൻ ദൈവത്തോട് ചോദിച്ച, കർത്താവേ, ഈ മനുഷ്യനോട് ഞാൻ ഒരു പാവവും ചെയ്തിട്ടില്ല, വെറുതെ എൻ്റെ പുന്നാലെ നടന്ന് എന്നെ ശല്യം ചെയ്യുക, എന്നെ ഉപദ്രവിക്കുക, എന്നെ അടിക്കുക, എന്നെ അടുപ്പിക്കുക, എന്നെ തകർക്കാൻ നോക്കുക, എന്നെ വണ്ടി ഇടിപ്പിക്കുക, ഇങ്ങനെ പല കാര്യങ്ങൾ. ഞാൻ എന്ത് തെറ്റാ കർത്താവ് ഈ മനുഷ്യനോട് ചെയ്ത്? ഞാൻ എന്തിനാ അപ്പച്ച ക്ഷമ ചോദിക്കേണ്ട? അതായത് എൻ്റെ പഴയ ജഡ സ്വഭാവം, ക്ഷമയില്ല, എൻ്റെ ഡിക്ഷണറി ക്ഷമയില്ലായിരുന്നല്ലോ പഴയ ജീവിതത്തിൽ. അതിങ്ങനെ പൊങ്ങി വന്നപ്പോൾ ദൈവം വീണ്ടും എൻ്റെ ചിന്തയെ നരകത്തിലേക്ക് കൊണ്ടുപോയി. പ്രിയപ്പെട്ട ദൈവമക്കളെ, നരകം വീണ്ടും എൻ്റെ ഹൃദയത്തിലേക്ക് കാണിച്ചു തന്നപ്പോൾ, കർത്താവേ, ഞാൻ ക്ഷമിച്ചുകൊള്ളാം, എനിക്കിനി ആ നരകത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും വയ്യ കർത്താവേ. അങ്ങനെ ദൈവത്തോട് ഞാൻ സാഹചര്യങ്ങൾ ചോദിച്ചു. കർത്താവെ, ഈ കാണിച്ചു തന്ന വ്യക്തികളോടെല്ലാം ക്ഷമ ചോദിപ്പാൻ കർത്താവ് എനിക്ക് സാഹചര്യങ്ങൾ തരണമേ എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തിനെ പ്രാർത്ഥിച്ചു. അങ്ങനെ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ 27ഓളം പേരോട് ഞാൻ ക്ഷമ ചോദിച്ചപ്പോൾ എൻ്റെ നെഞ്ചിൽ നിന്ന് വലിയൊരു കല്ലിറങ്ങി പോകുന്ന പോലെ, ഒരു വലിയ ഭാരം ഇറങ്ങി പോകുന്നത് പോലെ എനിക്ക് തോന്നി. എൻ്റെ ശരീരത്തിലെ തീവൊക്കെ എന്നെ വിട്ടങ്ങ് മാറിപ്പോയി. അങ്ങനെ ഇന്നും തെറ്റ് ചെയ്താൽ ഇന്നും ഞാൻ ക്ഷമ ചോദിച്ച്, അവസരം കിട്ടുമെങ്കിൽ ഇന്നും ക്ഷമ ചോദിച്ച് ദൈവസന്നിധിയിൽ ശുദ്ധീകരണം പ്രാപിച്ച് താഴ്മയോടെ വിനയത്തോടെ കർത്താവ് കാണിച്ചു തന്ന മാതൃകയിൽ പോകാൻ ഞാൻ കൃപയിൽ ആശ്രയിച്ച് ശ്രമിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കാരണം നരകം അതിഭയങ്കരമാണ്, നരകം അതികഠിനമാണ്. നമ്മുടെ ബുദ്ധിക്കും ചിന്തകൾക്കും അപ്പുറം അതികഠിനവും അതീവ ഭയങ്കരവുമാണ് നരകം, നരകവാസം. ആ പാട്ടുകാരൻ പാടുന്ന പോലെ, നരകവാസം ഇങ്ങനെയോ ഞാനിത് അറിഞ്ഞില്ലേ, ദൈവമൊരുക്കിയ പാതാള നരകം ഇത്ര ഭയങ്കരമോ? അത്രയും പറഞ്ഞ് ഞാൻ നിർത്തിക്കോട്ടെ. ഒരു ദിവസം ദൈവം എന്നോട് പറഞ്ഞു, മകനെ, നിന്നെ പിശാച് അവകാശം പറയാൻ ചില കാര്യങ്ങൾ, നിന്റെ ജീവിതത്തിലെ ചില അകൃത്യങ്ങൾ നിന്നെ വേട്ടയാടുന്നുണ്ട്, മറഞ്ഞിരിക്കുന്ന ചില പാവങ്ങൾ വേട്ടയാടുന്നുണ്ട്. അത് പറഞ്ഞ് ശുദ്ധീകരിക്കാൻ വേണ്ടി ഒരു ദിവസം പ്രാർത്ഥനയിൽ ഇരിക്കാമോ എന്ന് ദൈവം എന്നോട് ചോദിച്ചു. ദൈവം പറഞ്ഞതനുസരിച്ച് ഒരു ദിവസം വൈകിട്ട് 8 മണിക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുക. ആദ്യം ദൈവം എന്നെ വെളിപ്പെടുത്തിയ പാവം ഏതാണെന്നറിയാമോ? എനിക്കൊരു 6 വയസ്സൊക്കെയുള്ള സമയം, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ, നമ്മുടെ അന്ന് കൂട്ടുകുടുംബമാണ് ഞങ്ങൾ. എൻ്റെ 6 വയസ്സ് സമയം എന്ന് പറയുമ്പോൾ ഏകദേശം 1993 ഒക്കെ വരുന്ന സമയം. കൂട്ടുകുടുംബമായിട്ട് ഞങ്ങൾ, എൻ്റെ അമ്മ, അപ്പൻ, അമ്മയുടെ സഹോദരങ്ങൾ 2-3 ബ്രദേഴ്സുണ്ട്, അവരുടെ വൈഫ്സ്, കുഞ്ഞുങ്ങളെല്ലാവരും കൂടെ ഒരു വീട്ടിൽ താമസിക്കുക. അപ്പം കുഞ്ഞുങ്ങളെ സാരിയിൽ തൊട്ടിൽ കെട്ടി, അന്നത്തെ നമ്മുടെ ആ കഷ്ടപ്പാടിൽ സാരി കൊണ്ടുള്ള തൊട്ടിലേക്ക് കെട്ടി നമ്മുടെ ആൻറ്റിയുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഉറക്കിക്കിടത്തും. ഞാൻ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളെ നുള്ളി കരയിപ്പിച്ച് ഉണർത്തി ഞാൻ ഓടിക്കളി. അതാണ് എൻ്റെ സ്വഭാവം, അന്നത്തെ സ്വഭാവം. ദൈവം എന്നോട് പറഞ്ഞു, ദൈവം എന്നെ കാണിക്കുക, ഈ സ്വഭാവങ്ങൾ കാണിക്കുക. ദൈവം എന്നോട് എന്നിട്ട് പറയുക, ഇത് ഏറ്റു പറയണം. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, നമ്മുടെ വല്യമ്മച്ചിമാരൊക്കെ അമ്മച്ചിമാരൊക്കെ പഠിപ്പിച്ചത്, അമ്മച്ചിമാരെന്ന് പറയുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം നാട്ടിൻ്റെ വച്ചിട്ട് നമ്മുടെ മമ്മിയുടെ മമ്മയാണ് അമ്മച്ചി എന്ന് പറയുന്നത്, വടക്കിൽ വല്യമ്മച്ചിയാണ്.
1 വരെയുള്ള പാവങ്ങളൊക്കെ ദൈവം ക്ഷമിക്കുന്നതാണല്ലോ. സങ്കീർത്തനം 25:7 പഠിപ്പിക്കുന്നു. ദാവീദ് പറയുന്നു, എൻ്റെ ബാല്യകാല പാവങ്ങളെ കണക്കിടരുത്. രണ്ടാമത് ദൈവം എന്നെ വെളിപ്പെടുത്തിയത്, ഞാൻ പഠിച്ച സ്കൂളിൻ്റെ അടുത്തായിട്ട് ഒരമ്മച്ചി ഉണ്ടായിരുന്നു. ആ അമ്മച്ചി മിഠായി ഞങ്ങൾക്ക് തരും എല്ലാ ദിവസവും. ഞങ്ങൾ ചെന്ന് 2 രൂപ 3 രൂപ 5 രൂപ കൊടുത്ത് മിഠായി മേടിക്കും. അപ്പോൾ ഒരു ദിവസം, അന്നൊക്കെ 5 രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു 50 രൂപയുടെ വിലയുണ്ടേ. 5 രൂപയുടെ മിഠായി ഞങ്ങൾ മേടിച്ചു. ഏകദേശ കണക്കാ. നാളെ കൊടുക്കാമെന്ന് പറഞ്ഞു. അമ്മച്ചി പറഞ്ഞ്, മോനെ കൊണ്ടുപോകുക, സാരമില്ല, തന്നാൽ മതി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം ഒരുപാട് പ്രാവശ്യം ബുദ്ധി ഉപദേശിച്ചു, മോനെ നീ കൊടുക്ക്. കാലങ്ങൾ കടന്നു, മാസങ്ങൾ കടന്നു. അമ്മച്ചി മരിച്ചുപോയി, സ്കൂൾ അടച്ചു. പിന്നെ അതുവഴിയപ്പോൾ അമ്മച്ചിയില്ല. അമ്മച്ചി അന്വേഷിച്ചിട്ട് കാണാനില്ല. സത്യം പറഞ്ഞ അമ്മച്ചി അന്വേഷിക്കാൻ പോലും സമയം കിട്ടില്ല. ഞാൻ ആ വിഷയം മറന്നുപോയി. ദൈവം എന്നോട് പറയാ, ആ അമ്മച്ചിക്ക് എന്തുകൊണ്ട് പൈസ കൊടുത്തില്ല? ദൈവം രണ്ടാമത് എന്നോട് ചോദിക്കുക. ന്യായം പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ ദൈവത്തോട്. ദൈവം എന്നോട് പറഞ്ഞു, 500 രൂപയുടെ 10 കിറ്റ് വാങ്ങി 10 പേർക്ക് കൊടുക്കണം, എങ്കിലേ ഈ പാവം തീരത്തുള്ളൂ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളൊന്ന് മനസ്സിലാക്കൂ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ തികവുള്ളവരായി മാറാൻ നമ്മൾ എന്തുമാത്രം പ്രായശ്ചിത്തങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു, നമ്മൾ എന്തുമാത്രം താഴേണ്ടിയിരിക്കുന്നു, നമ്മൾ എന്തുമാത്രം വിനയപ്പെടേണ്ടിയിരിക്കുന്നു, നമ്മൾ എന്തുമാത്രം തകർന്ന് നിലവിളിക്കേണ്ടിയിരിക്കുന്നു, എന്തുമാത്രം കരയേണ്ടിയിരിക്കുന്നു. അങ്ങനെ 8 മണിക്ക് തുടങ്ങിയ പ്രാർത്ഥന പാപങ്ങളെ ഏറ്റുപറയാൻ തുടങ്ങിയത് രാത്രി 2-2:30 വരെ പോയി. ഞാൻ കുഴഞ്ഞുപോയി. ഇന്നും ഞാൻ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുക. ദൈവം വെളിപ്പെടുത്തുന്ന പാപങ്ങൾ ഇന്നും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ കർത്താവിനോട് ചേർന്ന് വന്നുകൊണ്ടിരിക്കുക. പലപ്പോഴും പിശാച് ഒരു വശത്ത് ദൈവഹിതമല്ലാത്ത വിഷയങ്ങളിൽ ഇടപെട്ട് കോപിക്കപ്പെടാനും ഏതെങ്കിലും ഒരു വിഷയത്തിൽ പരാജയം വരുത്താനും നോക്കുമ്പോൾ, മറുവശത്ത് കുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് തികവുള്ളവനായി മാറുവാൻ ദൈവസ്നേഹിൽ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവങ്ങളൊന്നും ആയിട്ടില്ല. ആത്മീയ ജീവിതത്തിൻ്റെ 1% പോലും ആയിട്ടില്ല. ഇന്നും കർത്താവ് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വർഗം അതിമനോഹരമാണ്, നരകം അതിഭയാനകമാണ്, ഭീകരമാണ്. നമുക്ക് വേണ്ടി ദൈവം കരുതിയത് നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത അതിഭയങ്കരമായ പുതിയ യെരുശലേമും പുതിയ ഭൂമിയുമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വർഗരാജ്യം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. പിശാച് ഹൗവയെ ഉപായത്താൽ ചതിച്ച് നരകത്തിന്റെ അവകാശിലാക്കി തീർക്കുവാൻ മനുഷ്യനെ വഞ്ചിച്ചതുപോലെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മെ അനുദിനം വഞ്ചിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വർഗത്തിലെ സകല മഹിമകളും വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തന്നെത്താൻ ഒഴിച്ച് ക്രൂശിൽ അവസാനത്തുള്ള രക്തവും ചിന്തി നമ്മെ വീണ്ടെടുപ്പാൻ, ക്രിസ്തുവിനോട് അടുപ്പിക്കുവാൻ നമുക്ക് വേണ്ടി സ്വന്തം പ്രാണനെ ഊറ്റി തന്ന സ്നേഹത്തെക്കാൾ വലിയ സ്നേഹം ഈ ഭൂമിയിലില്ല. ഈ ഭൂമിയിൽ ആര് സ്നേഹിച്ചാലും പറയും, തക്ക സമയത്ത് നമ്മളെ കൈയൊഴിഞ്ഞു കളയും. ദൈവം നമ്മൾ ഒരിക്കലും കൈയൊഴിയത്തില്ല. മറുകര അണയ്ക്കാമെന്ന് പറഞ്ഞാൽ മറുകര എത്തിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗത്തിലെ വാഴ്ത്തപ്പെട്ട നല്ല കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പലവിധ ഭാരങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, വേദനകൾ കൂടി കടന്നു പോകുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും സ്വർഗത്തിലെ ദൈവം ആശ്വസിപ്പിക്കണമേ. അവിടുത്തെ ജീവന്റെ കര നീട്ടണമേ. എല്ലാ ഇരുട്ടിന്റെ പ്രവൃത്തികളെയും ദൈവം തകർക്കണമേ. അന്യായ ബന്ധനങ്ങൾ ദൈവം അഴിക്കണമേ. നുകത്തിന്റെ അമിക്കറുകളെ പൊട്ടിക്കണമേ. വലിയൊരു ജയം കൊടുക്കണമേ. ജീവിതത്തിൽ വിജയിപ്പാൻ, പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ജയത്തിലേക്ക് മുന്നോട്ട് പോകുവാൻ, തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നിത്യതയിൽ വലിയൊരു അവകാശം കണ്ടെത്തുവാൻ എല്ലാ ദൈവമക്കൾക്കും കൃപ കൊടുക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്വർഗത്തിലെ ഭൂമിയിലെ സർവ്വവിധമായ ആത്മീക, ഭൗതിക, ശാരീരിക, മാനസിക, വൈകാരിക, സാമ്പത്തിക നന്മകളെ കൽപ്പിച്ചാക്കി എല്ലാ കേൾവിക്കാരെയും ബ്ലസ് ചെയ്യുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വലിയൊരു അനുഗ്രഹത്തിന്റെ പാത്രങ്ങളാക്കി എല്ലാവരെയും മാറ്റും. ക്രൂശിക്കപ്പെട്ട മഹത്വത്തോടെ ഉയർത്തുന്നേറ്റ നസ്രയനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തെ മാത്രം മഹത്വപ്പെടുത്തും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.